പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ദിവസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ആ പണം എന്ത് ചെയ്യണം. ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. അപ്പൊ എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുമെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു KSF-ൽ ചിട്ടി കൂടിയാൽ മതിയെന്ന്. ഇപ്പൊ എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പോൾ KSF എൻ്റെ വകുപ്പിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, അപ്പൊ അതൊരു ഒരു സേവിങ്സ്, അവർക്ക് എന്തെങ്കിലും കാര്യത്തിന്, ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹത്തിന് ഈ തുക മാറ്റിവെക്കാം. പിന്നെ ചെലവഴിക്കപ്പെടുമല്ലോ ഈ തുക. ഇപ്പൊ സർക്കാർ 800 കോടിയോളം രൂപയാണ് മുടക്കുന്നത്. 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെക്കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ടെന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്. അവരുടെ ആ ടീം അത് നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. KSRTCയുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഈ പണം നമ്മുടെ കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഈ പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. പല രീതിയിൽ ടാക്സായും അല്ലാതെയുമായി മണി സർക്കുലേഷന്റെ ഭാഗമായി ഇത് തിരിച്ചു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ പണം ചെലവഴിക്കപ്പെടും. ആ പണം ചെലവഴിക്കപ്പെടുമ്പോൾ അതിന്റെ ഗുണം പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഉണ്ടാവും, ഒരു സംശയമില്ല. പിന്നെ ഉത്കണ്ഠ എന്താ? ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്കൊരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറുന്ന മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിന്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പൊ കൊച്ചിയിലെക്കാരനാണ് ഞാൻ. കൊച്ചിയിലെ ഹൈക്കോടതിയിൽ ഒരു 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിന്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പൊ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പം നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഈ ഗവൺമെന്റ് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിന്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഒരു സെക്ടറും തളരാൻ പാടില്ല. ഒരു സെക്ടറും തളരുന്ന സെക്ടറിനെ താങ്ങി നിർത്തുകയാണ് ഗവൺമെന്റിന്റെ